ആഴത്തിനു മേലുള്ള ഇരുട്ട് ഭൂമിയുടെ മേൽ വ്യാപിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ അതിഗംഭീര ശബ്ദം, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി, ഇരുട്ട് തോറ്റുപോയി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. പൗലോസും തിമോത്തിയോസും അപ്പൊല്ലോസും പറയുകയാണ്, ആ ദൈവം യേശു കർത്താവിന്റെ മുഖത്തുള്ള വെളിച്ചം, ആ തേജസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു. അതാണ് ശുശ്രൂഷ, അനേകർക്ക് വേണ്ടി. അതൊരു അത്യന്ത ശക്തിയാണ്. പക്ഷേ അത് മൺകൂടാരത്തിലാണ് തന്നത്. അതെന്തിനാ തന്നത്? മൺകൂടാരത്തിൽ തന്നത് കഷ്ടം തന്നു, ബുദ്ധിമുട്ട് തന്നു, ഉപദ്രവം തന്നു, ഞങ്ങൾ വീണ് കിടക്കുന്നു. കഷ്ടം വന്നെങ്കിലും ഞങ്ങൾ ഇടുക്കങ്ങ് മാറി, മനസ്സിലെടുക്കവേ മാറി. ബുദ്ധിമുട്ട് വന്ന്, പക്ഷെ ഞങ്ങളുടെ നിരാശ മാറി, നിരാശയിലുള്ളവരെ മാറ്റുകയും ചെയ്തു. ഉപദ്രവം വന്നു, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഉപേക്ഷിക്കാത്ത ഒരാളുണ്ടെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. അങ്ങനെ ഉപേക്ഷിക്കാത്ത ഒരാളെ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വീണുപോയി, പക്ഷെ നശിച്ചു പോകുകയല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ശുശ്രൂഷ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കേണ്ടതിന് ഞങ്ങൾ യേശുവിൻ്റെ മരണത്തെ ശരീരത്തിൽ വഹിക്കുന്നു. സ്നേഹവും ദയയും ദീർഘക്ഷമയും വിശ്വസ്തതയും പരോപകാരവും ഞങ്ങൾ പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു.